The 10 harsh truths in the world, but nobody tell you. Truth number 1, without health, you are nothing. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി, അതുപോലെ തന്നെ കുറേ മെറ്റീരിയൽസ്, കുറേ കാറ്, കുറേ ഹോം, നിങ്ങൾക്ക് കുറേ ആക്സസറി ചെയ്യാൻ കുറേ നെറ്റ്വർക്ക്, പീപ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ബട്ട് നിങ്ങൾക്ക് ആ ഒരു ഹെൽത്ത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റിൽ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഈ ആക്സസിബിലിറ്റീസും അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ് സക്സസും ഈ പൈസയും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യിക്കണം. സോ സ്റ്റാർട്ട് കെയറിങ് യുവർ ബോഡി ടുഡേ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബോഡീനെ കെയർ ആയ വലിയ പണിയൊന്നുമില്ല. ഡെയിലി 30 minutes to 1 hour നമ്മളെ ബോഡി മൂവ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല സ്ലീപ്പ് കൊടുക്കുക ബോഡിക്ക്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. സോ ട്രൂത്ത് നമ്പർ 2, എവറിത്തിങ് ഈസ് എ സ്കിൽ ആൻഡ് യു ക്യാൻ ലേൺ ഇറ്റ്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ, അതായത് നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ UP LP ആ ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹവും ഡ്രീംസൊക്കെ വലിയ വലിയ ഡ്രീംസ് ആയിരിക്കാം. നമ്മളിങ്ങനെ ചെറുക്കന്മാരോട് നമ്മളെ പാരൻസിനോടൊക്കെ ഇങ്ങനെ പറയും, ഞാൻ ഈ പ്ലെയിന് കണ്ടുപിടിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മേലക്കുള്ള കാര്യങ്ങൾ ചെയ്യും, ഡോക്ടറാകും, മറ്റേതാകും എന്നൊക്കെ നമ്മളെല്ലാവരോടും പറയും. പിന്നെ ഒരു ഗ്രാജുവലി നമ്മളൊരു +2 ആ ഒരു ഡിഗ്രി സമയത്തൊക്കെ എത്തുമ്പോഴത്തേനും എന്തെങ്കിലും നമ്മളെ ഡ്രീംസൊക്കെ മറന്നു നോക്കും. കാരണം സൊസൈറ്റി നമ്മളെ ആ ഒരു എബിലിറ്റിനെ, അങ്ങനെ വലിയ ഡ്രീം ബിഗ് എന്നുള്ള ചിന്തിക്കുന്ന സംഭവത്തിനെ ഒരു കില്ല് ചെയ്ത് വെക്കും, ആ ഒരു സ്വഭാവത്തെ. കാരണം ഒരു പറയും വലിയ റിസ്ക് ഒന്നും എടുക്കണ്ടോ, വലിയ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ ജോലി കിട്ടുന്ന സംഭവം നോക്കി ബിസിനസ്സോ വലിയ റിസ്ക് പരമായ കാര്യങ്ങളൊന്നും നോക്കണ്ട. സോ എന്ത് സംഭവമായാലും അതൊരു സ്കില്ലാണ്. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ആയാലും യൂട്യൂബ് ആയാലും ഏത് ബിസിനസ് ആയാലും ഏത് സംഭവമായാലും ആ ആളെ കൈക്ക് എത്തിയേക്കാം. ഏത് നിലയിലും ആ ടോപ്പ് 1% നിലയിലേക്ക് ഓലെ എത്തിയേക്കാം. എല്ലാ ഓലെ എഫേർട്ടും ആ ഓല് ലേൺ ചെയ്തിട്ടാണ്. ആദ്യം പറഞ്ഞത് എവരിത്തിങ് ഈസ് എ സ്കിൽ, യു ക്യാൻ ലേൺ ഇറ്റ്. സോ ട്രൂത്ത് നമ്പർ 3, മണി ഈസ് എ ജസ്റ്റ് ടൂള്, നോട്ട് ദി ഗോള്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളെ പൈസക്കും വേണ്ടിയിട്ട് നിങ്ങളെ ടൈമിലേറെ പ്രയോറിറ്റി, നമ്മളെ സമയത്തിലേറെ പ്രയോറിറ്റി നമ്മൾ പൈസക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ ഫ്യൂച്ചറിൽ റിഗ്രറ്റ് എടുക്കും. സോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ വേണ്ട സംഭവമാണ് ഈ ടൈം ഫ്രീഡം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോട് ആക്സസിബിലിറ്റി നോക്കുക, ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാം. ഈ സമയത്തിനൊക്കെ നമുക്ക് ടൈം ഫ്രീഡം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായി കാരണം നമുക്കൊരു റിഗ്രറ്റ് വരും, ഒരു മെൻ്റലി ഒരു ഫ്രസ്ട്രേറ്റഡ് ഇല്ല. കാരണം ഡെയിലി ഇങ്ങനെ 9 to 5 ജോലി ചെയ്യാം, ഒരു സാലറിക്ക് ഒറ്റ ദിവസത്തെ ആ ഹാപ്പിനെസ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഈ 30 ദിവസം അല്ലെങ്കിൽ 25 days നമ്മൾ ആ ഒരു സാലറിക്കും വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ചെയ്യുന്ന വർക്കിനോടോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനോടോ ആ ബോസിനോടോ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. ബട്ട് എന്നാലും നമ്മൾ ആ ഒരു സാലറി ഡേനെ കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ആ വർക്ക് ഒരു 25 days ചെയ്യാം. എന്നിട്ടാണെങ്കിൽ നമുക്ക് ആ ടൈം ഫ്രീഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. സോ എപ്പോഴും നമ്മൾ പൈസയ്ക്ക് നമ്മൾ സമയത്തിലേറെ ടൈം കൊടുത്താൽ, പ്രാധാന്യം, ഒരു പ്രയോറിറ്റി വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ലൈഫിൽ റിഗ്രറ്റ് എടുക്കും. സോ മണി ഈസ് എ ജസ്റ്റ് ടൂൾ. അത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ബട്ട് അതൊരു ടൂളാണ്. നമുക്ക് കുറേ ആക്സസിബിലിറ്റീസും കാര്യങ്ങളും ആക്സസ് ചെയ്യാനുള്ള സംഭവങ്ങൾ, മെറ്റീരിയൽസ് ആയാലും നമ്മൾ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ആക്സസ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ടൂളാണ്, നോട്ട് ദി ഗോൾ. ഇത് ഉണ്ടാക്കിയാൽ ഞാൻ ലൈഫിൽ ഹാപ്പിനെസ് ആകും, ആ ഒരു സംഭവമല്ല. സോ ട്രൂത്ത് നമ്പർ 5, സക്സസ് ടേക്ക് ടൈം. ഏത് കാര്യത്തിലായാലും, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് മെൻ. അതായത് നമ്മളിപ്പോൾ വുമണിനെ കമ്പയർ ചെയ്ത് വെച്ചോക്കുമ്പോൾ മെന്നിൻ്റെ ഇപ്പോൾ ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ 20s എന്ന് പറയുന്നത് ഒരു പ്രൈം ടൈമാണ്. അതായത് ആളെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയി, കാരണം ആൾക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആൾക്ക് നല്ല മാരേജ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ തൊട്ടും. ബട്ട് നമ്മുടെ മെന്നിൻ്റെ കേസിൽ, ആണുങ്ങളുടെ കേസിൽ വരുമ്പോൾ ഈ 20s പറയുന്നത് നമുക്കൊരു വാല്യൂ ഇല്ലാത്ത സമയക്കാരം. ഈ സമയത്തിലേക്കാരം ഇപ്പോൾ നമ്മളെ വുമണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടിയത്തെ ലെവലിൽ നിൽക്കുക. സോ അപ്പോൾ ഏത് സംഭവം തുടങ്ങുമ്പോഴും അതിനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, സക്സസ് ടേക്ക് ടൈം. ട്രൂത്ത് നമ്പർ 6, 20s ആർ ഫോർ ബിൽഡിങ്, നോട്ട് എൻജോയ്. കാരണം എന്താ വെച്ചാൽ എല്ലാ ആൾക്കാരും 20s എൻജോയ് ചെയ്യും. അതായത് ഈ 20 to 30 വയസ്സായിട്ടുള്ള സമയത്ത് അപ്പോൾ എന്താ പറയുക വെച്ചാൽ എനിക്ക് ഈ സമയമേ കിട്ടുള്ളൂ, ഇതാണ് എൻ്റെ പ്രൈം ടൈം. കുറച്ച് കഴിഞ്ഞാൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി അങ്ങനെ പോകും. ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യട്ടെ, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കട്ടെ. അതായത് ഈ 20s പറയുന്നത് എൻജോയ്മെൻറ്റിന് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനത്തെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് കാരണം എന്താ വെച്ചാൽ ഈ 20s നമ്മൾ എന്ത് ചെയ്തോ അതിനെ ഡിപ്പെൻഡ് ചെയ്തോട്ടേ കാരണം നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് നമുക്ക് റിസൾട്ട് കിട്ടുക. കാരണം എന്താ വെച്ചാൽ 20s നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കുറവേ കാരണം ഫാമിലിയൊക്കെ ആയി വരുന്നുണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രഷർ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംഭവം തുടങ്ങി കഴിഞ്ഞാലും അത് ഫെയിൽ ആയാലും ടൈം ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു 40 വയസ്സിൽ ഒരാൾ ബിസിനസ് തുടങ്ങി ഫെയിൽ ആയി കഴിഞ്ഞാൽ മുപ്പേക്ക് കുറേ മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയി കാരണം ഒരു ഫാമിലി ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി കുറേ കാരണം കുറേ പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇവിടെ 20, 20, 22 വയസ്സിൽ ഒരാൾ ബിസിനസ് തുടങ്ങിയിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ മുപ്പേക്ക് അത്രയും ടൈമുണ്ട്, വീണ്ടും ട്രൈ ചെയ്യുക, പിന്നെ വേറൊരു മെത്തേഡിലൂടെ വീണ്ടും ആ സംഭവം പരിശ്രമിച്ചു നോക്കാം. സോ അപ്പോൾ 20s എന്തെങ്കിലുമൊക്കെ നമുക്ക് സംതിങ് വാല്യുബിൾ, അതായത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും പൈസ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു വാല്യുബിൾ ആയ ഒരു സംതിങ് ഒരു
പ്രയോറിറ്റി നമുക്ക് കിട്ടാൻ പോണ സംഭവത്തിനെ ഫോക്കസ് ചെയ്താണ്ട് ഒരു സംഭവം ബിൽഡ് ചെയ്യാൻ നോക്കാം ഇൻസ്റ്റെഡ് ഓഫ് എൻജോയിങ്. സോ ട്രൂത്ത് നമ്പർ 7, കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലന്റ്. ഞാൻ ഈ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് അങ്ങനെ ക്ലാസ്സിൽ പഠിക്കുക അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബട്ട് റിസൾട്ട് വന്നപ്പോൾ +1 റിസൾട്ട് വന്നപ്പോൾ ആ ക്ലാസ്സിൽ ഒരു പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഡെയിലി ഇങ്ങനെ ക്ലാസ്സിലൊക്കെ വലിയ പഠിപ്പിച്ചിട്ടാണ് മതി, ഓലിക്കാട്ടിൽ കൂടുതൽ മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ആ കൺസിസ്റ്റൻസി, ഞാൻ ഡെയിലി എടുത്ത സംഭവം ഞാൻ ഡെയിലി അവിടെ പോയി പഠിക്കുന്നു. ഡെയിലി നമുക്ക് കുറച്ച് സമയമെങ്കിലും ആ ഒരു സാധനം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ കൺസെപ്റ്റ് ഞാൻ ഡെയിലി മനസ്സിലാക്കി പോയി. അതായത് ആ കൺസിസ്റ്റൻസി, ആ പഠിത്തത്തിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ ഡെയിലി കീപ്പ് ചെയ്തുകൊണ്ട് ആ റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ആ എക്സാമിൽ കൂടുതൽ മറ്റുള്ള ആൾക്കാരിലും ഒന്നും കൂടി ഓലൊക്കെ എങ്ങനെ പഠിക്കുക വെച്ചാൽ എക്സാമിൻ്റെ തൊട്ടൊരു മാസം മുന്നേ ഇരുന്ന് ഫുള്ള് കവർ ചെയ്തെടുത്തും. സോ ഈ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു സംഭവമായാലും ഒരു 1-2 വർഷം നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒന്നുകൂടി മാസ്റ്റർ ആകാൻ പറ്റും. സോ ട്രൂത്ത് നമ്പർ 18, ഇഫ് യു സ്റ്റാർട്ട് ടു ഫോക്കസ് ഓൺ യു, ദി സൊസൈറ്റി വിൽ സ്റ്റാർട്ട് ടു ഫോക്കസ് ഓൺ യു. അതായത് എല്ലാ ആൾക്കാരും എന്താ ചെയ്യുക വെച്ചാൽ ഒരു ചേസ് ചെയ്യും എല്ലാ സംഭവങ്ങളെയും, ഒരു ലൈഫിൽ ഓർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ പോലെ എന്ത് ചെയ്യും, ചേസ് ചെയ്യും. അതിപ്പോൾ സെലിബ്രിറ്റീസിലെ ആൾക്കാരായാലും അതുപോലെ തന്നെ ഓർക്ക് എന്തെങ്കിലും വേണ്ട സംഭവം വരുമ്പോൾ ഓല് ചേസ് ചെയ്യും. നേരെ മറിച്ച് ഓലിനെ അട്രാക്ട് ചെയ്യാൻ നോക്കില്ല, കാരണം ഓൽക്കൊരു വാല്യൂ ഓല് ഉണ്ടാക്കിയെടുക്കൂല. സോ സംഭവം എന്ത് സംഭവത്തിലായാലും നമുക്ക് ഈ സൊസൈറ്റി നമുക്ക് വാല്യൂ തരാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള സംഭവം, നമുക്കൊരു അട്രാക്റ്റീവ് ആവാനുള്ള ഒരു സംഭവം നമ്മൾക്കും വേണം. സോ അതാ ഞാൻ പറഞ്ഞത്, നമ്മളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം തന്നെ സൊസൈറ്റി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വാല്യൂ ചെയ്യും. അതായത് നമ്മൾ ഒരാളെ ചേസ് ചെയ്യുന്ന പകരം എന്ത് ചെയ്യുക, നമ്മൾ അട്രാക്റ്റ് ആവാൻ നോക്കുക. സോ ട്രൂത്ത് നമ്പർ 9, ഫെയിലിയർ ഈസ് നോട്ട് ദി എൻഡ്. അതായത് എല്ലാ ആൾക്കാരും ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഓലത് അവിടെ നിർത്തും. സോ ശരിക്കുള്ള ഫെയിലിയർ ആയിരുന്നത് അത് നമ്മൾ എപ്പോഴാണ് ക്വിറ്റ് ചെയ്യണത്, അപ്പോഴേ നടക്കുള്ളൂ. നമ്മളൊരു സംഭവം തുടങ്ങി അതിൽ കുറച്ച് ഫെയിലിയറും കാര്യങ്ങളൊക്കെ വന്നു എങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ഫെയിൽ ആവണില്ല. ബട്ട് നമ്മൾ ആ സംഭവം എനിക്ക് നടക്കൂല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ നമ്മൾ ലോസ് ആരംഭിച്ചു, നമ്മളവിടെ ഫെയിലിയർ ആയി. സോ ഏതോ സംഭവം തുടങ്ങുമ്പോഴും ഈ ചെറിയ ഫെയിലിയേഴ്സിന് എന്ത് ചെയ്യുക, ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിയാണ്ട് ഒന്നുകൂടി 1% ബെറ്റർ ആക്കാനുള്ള സംഭവങ്ങളായിക്കാണ്ട് മാറ്റുക. സോ ഫൈനലി ട്രൂത്ത് നമ്പർ 10, വി വിൽ ഡൈ. എല്ലാവർക്കും അറിയാം, ആൾക്കാർക്ക് ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ട് ഒരു സിംഗിൾ ബ്രത്ത് എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഭൂമിയിൽ മരിക്കും. നമ്മൾ അതെല്ലാവർക്കും അറിയാം, ഹാർഷ് ട്രൂത്ത് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ ഒരാൾ ജനിച്ചോ ആൾക്ക് മരണമുണ്ട്. ബട്ട് എല്ലാ ആൾക്കാരും എന്നിട്ടും ആ ഒരു ഡ്രീം ലൈഫ് ജീവിക്കാൻ പേടിച്ചുകൊണ്ട് നിൽക്കുക. അതായത് ഞാൻ മരിക്കും, ഡെത്ത് ഇസ് അൺഎക്സ്പെക്റ്റഡ് ആണ്, അതായത് മരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് പോലും നമ്മളെ ഡ്രീം ലൈഫ്, ഒരു ഉദ്ദേശിച്ച ലൈഫ് എന്തായില്ല ആൾക്കാർ ജീവിക്കില്ല. കാരണം മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൻ എന്താ എന്നോട് പറയാം, എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയുക, എൻ്റെ സൊസൈറ്റി എന്താ പറയുക എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാറ് നമ്മൾ ആ ഡ്രീം ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴില്ല നമ്മൾ എന്ത് ചെയ്യാറും അവിടെ ഡൈ ചെയ്യും. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.